ക്രൈസ്തവർ ഇന്ന് ദുഃഖവെള്ളി ആചരിക്കുന്നു. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും കുരിശിന്റെ വഴിയും നടന്നു. മലയാറ്റൂർ കുരിശുമുടയിൽ നിന്നും തീർത്ഥാടക പ്രവാഹമാണ്. ദുഃഖവെള്ളി ദിനത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് ക്രൈസ്തവ സഭാ മേധാവികൾ ഉന്നയിച്ചത്. ക്രൈസ്തവരെ ആക്രമിക്കുന്നതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് നെറ്റോ ആരോപിച്ചു. ക്രിസ്തുവിന്റെ പീഡാനുഭവത്തിന്റെയും ത്യാഗത്തിന്റെയും സ്മരണ പുതുക്കിയാണ് ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിക്കുന്നത്. ദേവാലയങ്ങളിൽ രാവിലെ തന്നെ പ്രാർത്ഥനകൾ ആരംഭിച്ചു. വിശ്വാസികൾ കയ്പുനീര് വാങ്ങി കുരിശിന്റെ വഴിയിൽ നടന്നു. കാക്കനാട്ടെ സീറോ മലബാർ സഭ ആസ്ഥാനത്ത് ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ നേതൃത്വം നൽകി. പുരോഹിതരെയും വിശ്വാസികളെയും ആക്രമിക്കുന്നതിന് പിന്നിൽ ഗൂഢമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്ന് കേന്ദ്ര സർക്കാരിനെ സൂചിപ്പിച്ച ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് നെറ്റോ പറഞ്ഞു. ക്രൈസ്തവരെയും മിഷണറിമാരെയും ആക്രമിക്കുന്നതിന് പിന്നിൽ ഗൂഢമായ സ്വാർത്ഥ താല്പര്യങ്ങളും രാഷ്ട്രീയ ലക്ഷ്യങ്ങളും ഉണ്ടെന്നുള്ളതാണ് സത്യം. സഭയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവർ സ്വയം ഇല്ലാതാകുമെന്ന് താമരശ്ശേരി ബിഷപ്പ് റെമീജിയോസ് ഇഞ്ചനാനിയെ പറഞ്ഞു. സഭ എല്ലാ കാലത്തും പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് വിവിധ ആളുകളാൽ. സഭയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നവർ തളർന്നു പോകുക തന്നെ ചെയ്യും, അവരില്ലാതെയാകും. സഭ എന്നും തല ഉയർത്തി നിൽക്കും. വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ 1 കൊച്ചി.